നമ്മുടെ കേരളത്തിൽ അങ്ങും ഇങ്ങുമുള്ള എല്ലാ അടുക്കളകളും തേടി അവരുടെ രുചികൾ തേടിയുള്ള നമ്മുടെ യാത്രയാണ് അയലത്തെ അടുക്കള. The city of letters, lakes and latex. അതാണ് കോട്ടയം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തിലാണ്. കോട്ടയം എന്ന് പറയുമ്പോൾ കോട്ടയ്ക്ക് അകം, അതാണ് പണ്ടത്തെ പേര്. അക്ഷരനഗരിയാണ് കോട്ടയം. ഏറ്റവും കൂടുതൽ പെർസെൻറ്റൈൽ ഓഫ് ലിറ്ററസി ആണ് ഇവിടെ ഉള്ളത്. 99.6% ആണ് ഇത് ലിറ്ററസി. കോട്ടയം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് റബ്ബറാണ്. റബ്ബറും പിന്നെ സൂപ്പർ ഫുഡും അല്ലേ, പിന്നെ ലേക്സും ബാക്ക് വാട്ടേഴ്സും അതൊക്കെ ഓർമ്മ വരുന്നത്. പക്ഷെ ഏറ്റവും എന്ന് പറയുമ്പോൾ ഈ ഫുഡാണ്. ഫുഡ് എന്ന് പറയുമ്പോൾ കപ്പയും മീനും പുഴുക്കും ചേനയും ചേമ്പും എല്ലാം നമുക്ക് ഓർമ്മ വരും. അപ്പോൾ കോട്ടയത്തെ രുചി നമുക്ക് എന്താണെന്ന് അറിഞ്ഞാലോ അല്ലേ? അപ്പോൾ പോവാം. കോട്ടയം അക്ഷരനഗരിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു സ്റ്റാച്യു മുമ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും അയല മപ്പാസ് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അയലത്തെ അടുക്കളയിലേക്ക് വാ. അയലത്തെ അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടിയൂർക്കര പോവാൻ പറ്റുമോ? ആ ശരി, അപ്പം പോവാം നമുക്ക്. അപ്പോൾ നമ്മൾ മുടിയൂർക്കര പോവാണ് കേട്ടോ. ഇതിനാണെന്നറിയോ, വലിയ ചേച്ചി ഉണ്ടാക്കിയ അയല മപ്പാസ് കഴിക്കാൻ. അതൊക്കെ പോയാലോ? ചേട്ടാ, ഈ കലപ്പുരയ്ക്കൽ രജിച്ചിട്ട് വീട് അറിയോ? കലപ്പുരയ്ക്കൽ വീട് അറിയാവോ? അടുത്താണോ? അത് നമുക്ക് അങ്ങോട്ട് പോകട്ടെ കേട്ടോ. ശരി എന്നാ, താങ്ക്സ് ചേട്ടാ. ആന്റി അല്ലേ? അതെ അതെ, ഞങ്ങൾ അയല മപ്പാസ് കഴിക്കാൻ. ശരി ശരി, വാ വാ വാ. അപ്പൊ ചേച്ചി എന്തൊക്കെയാ വിശേഷം? എന്തിരിക്കുന്നു, ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് പോയില്ല. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടോ? ആ, പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട്, ഓക്കെ. അപ്പൊ ആന്റി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഹസ്ബൻഡും മോനും. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാ. ഓക്കെ. മോൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അപ്പൊ ആന്റി ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ എനിക്ക് പാചകത്തിൽ വലിയ താല്പര്യമില്ല, എങ്കിലും അത്യാവശ്യം വീട്ടിൽ വേണ്ടതൊക്കെ ചെയ്യും. അപ്പൊ ആന്റി എന്താ വർക്ക് ചെയ്യുന്നത് ഇവിടെ? ഞാൻ ബ്യൂട്ടി പാർലറിലോ. ബ്യൂട്ടി പാർലർ ആണോ ആന്റിക്ക്? ഓ, അത് ശരി. ഇവിടെ ഉണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്, മീനുണ്ട്. എത്രയുണ്ട് ലവ് ബേർഡ്സ്? ലവ് ബേർഡ്സ് കുറെ ഉണ്ട്. മീനുണ്ടോ? മീനുണ്ട്, കുളമുണ്ട്, എല്ലാം ഉണ്ടല്ലോ ഇവിടെ. നല്ല സൂപ്പർ ആർക്കിടെക്ചർ ആണല്ലോ. ആരാ ഇവിടെ ഉണ്ടാക്കിയത് വീടൊക്കെ? എന്റെ മോൻ.
മോൻ ഉണ്ടാക്കിയതാണോ? അതെ അതെ. ലവ് ബേർഡ്സ് ഇവിടെ ഉണ്ട് അല്ലേ? സോ ഇതെന്താ കുളോ? ചെറിയൊരു കുളം, ഫിഷ് പോണ്ട് അല്ലേ? ഇത് നിറച്ചിട്ടുണ്ടല്ലോ, ഓറഞ്ചും വൈറ്റും ബ്ലാക്കും ഒക്കെ ആയിട്ട് നിറച്ച് ഫിഷ് ആണല്ലോ. അടിപൊളി വീടാണല്ലോ, എല്ലാവരും കാത്തിരിക്കായിരിക്കും അല്ലേ? അതെ അതെ. നല്ല ഇന്റീരിയർ അല്ലേ? ഇത് വെന്റിലേഷനും എല്ലാം കൂടിയിട്ട് അടിപൊളി സംഭവമാണ്. അപ്പൊ എത്ര മക്കളുണ്ട് ആന്റിക്ക്? 3 മക്കളുണ്ട്. ഒരാൾ ആർക്കിടെക്ട് ആണ്, ഒരാൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. മൂന്നാമത്തെ മോനാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞത്. ഓക്കെ. ആദ്യത്തെ ആള് കല്യാണം കഴിഞ്ഞു യുഎസിൽ. ഓക്കെ. അപ്പൊ 3 മക്കള്, ഒരു മോളും ഉണ്ട്. ഓക്കെ. അപ്പൊ ബാക്കി ആൾക്കാരെവിടെ വീട്ടിലത്തെ? ജിമ്മി. ഹായ്, ഇത് അങ്കിളായിരിക്കും. അതെ അതെ. ഓക്കെ. അങ്കിളിന്റെ പേര്? ഓക്കെ. ജിമ്മിയാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട്. സോ ജിമ്മിക്ക് മമ്മി ഉണ്ടാക്കുന്ന ഫേവറേറ്റ് ഡിഷ് ഉണ്ടോ? ഫിഷ് മോളി. അപ്പൊ ഇന്നത്തെ അയല മപ്പാസോ? അത് കേൾക്കാൻ ഞാൻ വന്നത് ഇവിടെ. അപ്പൊ അങ്കിളിന് ഏതാ ആന്റിയുടെ ഏത് ഇഷ്ടം? അയല മപ്പാസാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ആന്റിക്ക് എന്താ പറയാ കൂടുതലൊക്കെ ചിലപ്പോ ഇഷ്ടം തോന്നിയ ഫേവറേറ്റ് ആയിട്ട് ആന്റി എന്താ ഉണ്ടാക്കി കൊടുക്കുക അങ്കിളിന്? എളുപ്പത്തിൽ ചെയ്യുന്നത് അയല മപ്പാസും ബ്രെഡും. അത് ശരി, ബ്രെഡും അതും കോമ്പിനേഷൻ ആണോ? അത് ശരി. നമ്മൾ അയലയുടെ ബ്രെഡ്, അപ്പം, ചപ്പാത്തി എല്ലാം കഴിക്കില്ലേ? ഓക്കെ. അപ്പാർട്ട് ഫ്രം ഫിഷ് വാട്ട് ഡു യു ലൈക്ക്? മമ്മിയുടെ കപ്പയിറച്ചി, അതും ഭയങ്കര ഫേമസ് ആണല്ലേ ഇവിടുത്തെ കോട്ടയം. അപ്പൊ കോട്ടയം ബിരിയാണി. വേറെ എന്തൊക്കെയാ ഇവിടുത്തെ ഫേമസ് ഡിഷ്? പിടികോഴി. ഉപ്പുമാവ്. ഉപ്പുമാവ് ഫേമസ് ആണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഉപ്പുമാവാണോ? ഇവിടെ ഉണ്ടാക്കും. രാവിലത്തെ ഒരു ഭക്ഷണത്തിൽ പെടുന്നു. അപ്പൊ അങ്കിൾ എന്താ ചെയ്യുന്നത്? ആന്റി പറഞ്ഞു റിയൽ എസ്റ്റേറ്റിലൊക്കെ ആണെന്ന്. ഓക്കെ. അപ്പൊ ഭയങ്കര ബിസി ആയിരിക്കും അല്ലേ? കുഴപ്പമില്ല, കച്ചവടം മടുപ്പാ. അയ്യോ അതെ. പിന്നെ ആന്റി ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോ ബ്യൂട്ടി പാർലറിൽ പോകും, അവിടെയൊക്കെ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെയാ? അവിടെ കുഴപ്പമില്ല, 4 സ്റ്റാഫ് ഉണ്ട്. ഓക്കെ. 10-28 വർഷമായി. ഞാൻ കയറി വരുമ്പോൾ തന്നെ കണ്ടു എന്താ ലവ് ബേർഡ്സും പിന്നെ ഫിഷും. ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനൊന്നും വയ്യ. മോനൊരു എന്താ പറയുക, ഒരു അഡ്മിറേഷൻ അല്ലേ നമുക്ക് തോന്നും. ടു ഗുഡ് ആർക്കിടെക്ചർ ഇവിടെ. അപ്പോൾ ജിമ്മി എന്താ ചെയ്യുന്നത്? എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, യു വർക്കിംഗ്? ഓക്കെ. അപ്പോൾ ഇവിടെയാണോ അതോ യുഎസിലാണോ? യുഎസിലായിരുന്നു ബ്രദറിനൊപ്പം സിസ്റ്ററിൻ്റെ ഒപ്പം. അപ്പൊ ഇവിടെ മമ്മിയും പപ്പയുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ അല്ലേ? ഓക്കെ. അപ്പൊ മമ്മിയുടെ എന്തൊക്കെയാ ഇത് ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ? ഓക്കെ, ഫിഷ് ഒക്കെ മിസ് ചെയ്യുന്നു. അപ്പൊ അവിടെ പോകുമ്പോ വേറെ കാര്യങ്ങളും ഇവിടുത്തെ എന്തൊക്കെയാ മിസ് ചെയ്യാ? ഫ്രണ്ട്സ്, ഫുഡ് മിസ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സും മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോ യുഎസും കേരളവും എന്താ ഫുഡിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോ എന്തൊക്കെയാ? ഇവിടെ എല്ലാം നാച്ചുറൽ ഫുഡുകൾ. അതെ. കപ്പ, അതുപോലെ തന്നെ ഓരോ ചേന, ചേമ്പ്, അങ്ങനെയുള്ള ഫുഡുകൾ. അതൊക്കെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ മഗ്ഡി, KFC, ബർഗർ കിങ് അത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോ ഇവിടെയാണോ ബേസ്ഡ്? കോട്ടയം ബേസ്ഡ് ആണോ? അതെ, കോട്ടയം ബേസ്ഡാ. ഓക്കെ. അത് നമുക്ക് വിശക്കുന്നു. നമുക്ക് അയല മപ്പാസ്. ഓക്കെ. നല്ല വിശപ്പുണ്ട്. പെട്ടെന്ന് നമുക്ക് അയല മപ്പാസ്. അതെ. അപ്പോ നമ്മള് അയല മപ്പാസ് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. അയല ക്ലീൻ ആക്കി എടുത്തോണ്ട് വരിക. അത് കഴിഞ്ഞ് കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മുളക്, സ്വല്പം കുരുമുളക്, ഇച്ചിരി വിനാഗിരി, ഇച്ചിരി എണ്ണ, ഇത്രയും തൂത്ത് ഒരു 20 മിനിറ്റ് എങ്കിലും ഇതങ്ങോട്ട് വെക്കണം. അപ്പൊ ആ നേരത്തെ നമുക്ക് സബോള കുഞ്ഞായിട്ട് കുറച്ച് അരിഞ്ഞത്,
ആ കൂടെ പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം കൂടെ വഴറ്റണം. അപ്പൊ ആന്റി ഇവിടെ വന്നിട്ട് എത്ര കൊല്ലായി? ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പം ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2 വർഷമായി. അപ്പൊ കോട്ടയം ബേസ്ഡ് ആണോ? കോട്ടയം ബേസ്ഡാ. കോട്ടയം ബേസ്ഡ് ആണല്ലേ. പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചത് കോട്ടയത്ത് തന്നെ. അപ്പോ ഈ ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടീഷ്യൻ പല സ്ഥലത്ത് പഠിച്ചു. പല സ്ഥലത്ത് പഠിച്ചു. ഓരോന്നിനും ഓരോ. ഓക്കെ. അത് എത്ര കൊല്ലായി ഇപ്പൊ ചെയ്യുന്നു? 28 വർഷമായി. ഇപ്പൊ സവാള ഇട്ടു അല്ലേ? അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി, സ്വല്പം വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് അരിഞ്ഞിട്ടില്ല. ഇത് പച്ചമുളക് ഇതിൽ നിന്ന് വിടരുതേ, കീറിയിട്ട്. ഓക്കെ. ഇതിനകത്ത് ചുമന്ന മുളക് ഉപയോഗിക്കുന്നേ ഇല്ല. ഓക്കെ. മുളക് പൊടി അങ്ങനെ ആയിട്ടൊന്നുമില്ല. ഇല്ല. ഓക്കെ. പച്ചമുളക് മാത്രം. പിന്നെ ആന്റിയുടെ എന്താ പറയാ ബ്യൂട്ടീഷ്യന്റെ ഇതും എന്തൊക്കെയാ വിശേഷങ്ങൾ പറയൂ. എങ്ങനെയൊക്കെയാണ് ഇവിടെ ടൈം ഒക്കെ പോകുന്നത്? ടൈം കിട്ടാറില്ലെന്ന് വേണേ പറയാം. കുറച്ച് ഉപ്പ് അല്ലേ? സവാള വേഗം വഴലാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പിട്ടു. മോളുടെ വീട് എവിടെയാ? ഞാനിപ്പോ പറയുമ്പോ ഞാൻ ബോംബെന്നാണ്. ആണോ? അതെ. ബോംബെന്ന് നൈ മുംബൈ. എനിക്ക് ഈ അയില മപ്പാസ് ഒക്കെ പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. എനിക്കത് ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കേട്ടപ്പോഴേക്കും ഞങ്ങൾ ചാടി വീണത്. അയില മപ്പാസ് കേട്ടപ്പോഴേക്കും എന്താണെന്ന് എനിക്ക് അറിയണം. എരിവ് കുറവുള്ളവർക്ക്, എരിവ് അധികം വേണ്ടാത്തവർക്ക് ഇത് നല്ല കറിയാ. ആന്റി ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ വേറെ ആയിട്ട് ഉണ്ടാവില്ല, എന്തെങ്കിലും വേറെ സംഭവം? ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കും, പാലപ്പം, പിന്നെ മട്ടൺ സ്റ്റൂ, ഇടയ്ക്ക് ബിരിയാണി, പിന്നെ എല്ലാം തന്നെ ഉണ്ടാക്കും. പക്ഷെ ഞാൻ വലിയ പാചകക്കാരി അല്ല. ഒരു വിധത്തിലൊക്കെ ക്രിസ്മസ് ഒക്കെ എടുക്കുമ്പോ 2-3 കേക്ക്. അതാണ് ക്രിസ്മസിന്റെ എന്താണ് ഇപ്പോ വിശേഷം? എനിക്ക് ആകെ 3 ടൈപ്പ് കേക്കേ അറിയാവുള്ളൂ, അതങ്ങ് ഉണ്ടാക്കും. ഏതൊക്കെ ടൈപ്പ് കേക്ക് ഉണ്ടാക്കാൻ അറിയാം? ടീ കേക്ക്, മാർബിൾ കേക്ക്, പിന്നെ ചോക്ലേറ്റ് കേക്ക്. ഈ 3 കാണാൻ പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ക്രിസ്മസ് കേക്കിനൊപ്പം വൈനിടും. വൈൻ ഉണ്ടാക്കാറിയാം. എങ്ങനെ ഏതൊക്കെ വൈൻ ഉണ്ടാക്കാൻ അറിയാം? മുന്തിരി വൈൻ മാത്രമേ എനിക്കറിയാവുള്ളൂ. അപ്പൊ ഈ ഒപ്പം തന്നെ നമുക്ക് അയല വറക്കാവേ. അയല വറക്കണം അല്ലേ? അപ്പൊ ചെറുതായിട്ട് ഒത്തിരി മൂപ്പിക്കരുത്. അത് ശരി. അങ്ങനെ അയല വറക്കാം. നമ്മള് ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അയില. അപ്പൊ അതാണ് നമ്മളിപ്പോ വെളിച്ചെണ്ണയിൽ വറക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ മറ്റുള്ള ചീനിച്ചട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഒട്ടും പൊടിയാതെ കിട്ടണം. നമുക്ക് ഈ മീൻ എപ്പോൾ വറുത്താലും നന്നായിട്ട് പൊടിയാതെ കിട്ടണം. ഇപ്പൊ പാനിനകത്ത് പൊടിയേല എങ്കിലും 2-3 അരി കൂടി ഇട്ട് പൊട്ടുന്നത് നല്ലതാണ്. അത് ശരി. ഇത് ഒരു പുതിയ ടിപ്പാണ്. ഒരു ടിപ്പാ. അപ്പോ ഫ്രൈ ചെയ്യുമ്പോ അരി ഇട്ടാ പൊടിയില്ല, അരിയൊക്കെ പൊട്ടണം. അതല്ല എങ്കിൽ തണ്ടോട് കൂടിയ കരിയാപ്പല അങ്ങ് ഇട്ടാലും മതി. 2 കൂടി ഇട്ടാലും നല്ലതാ, ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ജിമ്മി വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് സ്പെഷ്യൽ? നമ്മൾ ജിമ്മിക്ക് എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നത്? ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ ഒന്നിച്ച സാധാരണ ക്രിസ്മസ് ഓണം ഒക്കെ ആഘോഷിക്കാറുള്ളത്. അപ്പൊ ഓരോരുത്തർ ഓരോ സാധനം ഉണ്ടാക്കിക്കൊണ്ട് വരും. ഒരാൾ തന്നെ ഉണ്ടാക്കിയാണോ എല്ലാവരും വന്നിട്ട്? മിക്കവാറും ഇവിടെ തന്നെയാണ്. എല്ലാവരും ഒരു കൂട്ടര് ചിലപ്പോ കേക്ക് കൊണ്ടുവരും, ഒരു കൂട്ടര് പിന്നെ കട്ട്ലേറ്റ് കൊണ്ടുവരും, ഒരു കൂട്ടര് ബിരിയാണിയും കൊണ്ടുവരും. നമുക്കതേ വർക്ക് കുറവാണ്. അപ്പോൾ എല്ലാവരും കൊണ്ടുവന്നു. അപ്പൊ എന്താ പറയാ, നമ്മളുടെ അയലത്തെ അടുക്കള ഒരു സംഭവം ഇങ്ങനെയാണ് അല്ലെ? എല്ലാം നെയ്ബേഴ്സും ഫാമിലി മെമ്പേഴ്സും എല്ലാം ഡിഫറെന്റ് കിച്ചൺസിൽ നിന്ന് പുതിയ ഡിഷ് കൊണ്ടുവരും. ഡിഫറെന്റ് ഡിഷ് കൊണ്ട് എല്ലാവരും ഒരുമിച്ച് വന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ അതാണ് അല്ലേ? അതാണ് ഞങ്ങളുടെ ക്രിസ്മസ്. വളരെ ഹാപ്പിയാണ്. ഓക്കെ. അപ്പൊ നമ്മള് അയല ഇട്ടു അല്ലേ? ഫ്രൈ ചെയ്ത്. അതിന് ഒത്തിരി മൂക്കരുത്, ഒന്ന് വാടുക ചെയ്യാവുള്ളൂ. അപ്പോൾ ആൻറ്റിയുടെ പണ്ടത്തെ ക്രിസ്മസ് ആഘോഷവും ഇപ്പോഴത്തെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുമ്പോൾ എന്താണ് വ്യത്യാസം?
ഒത്തിരി വ്യത്യാസമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണം. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അന്ന് എൻ്റെ മമ്മിയൊക്കെ വളരെ കഷ്ടപ്പെട്ട പാലപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതായത് അരി ഇടിച്ച് പൊടിച്ച് പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി പുള്ളിക്കാരി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇപ്പോഴാണെങ്കിൽ മിക്സി ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നമുക്ക് എളുപ്പം പാലപ്പവും സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും ഇരുന്ന് ഓർക്കും മമ്മിയൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. കട്ട്ലേറ്റൊക്കെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം അതിൻ്റെ ഇറച്ചിയൊക്കെ. പക്ഷെ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും അരകല്ലെ വെച്ച് ചതച്ചെടുക്കുന്നത് കഷ്ടപ്പാടാണ്. പക്ഷേ അപ്പോഴത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ എല്ലാം ഓർഗാനിക് ആണ്, നല്ല ഫുഡ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ കൂടെ മല്ലിപ്പൊടി ഇട്ട് ശകലം, ഒത്തിരി ആകരുത് മല്ലിപ്പൊടി, ഒരു സ്പൂൺ മതി. ഇത്ര അയിലേക്ക് ഒരു സ്പൂൺ മതി. അപ്പൊ കുറച്ച് തക്കാളി ഇട്ടു അല്ലേ? ഇപ്പൊ കുറച്ച് തക്കാളി ഇട്ടിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇത് ഒട്ടും പൊടിയാതെ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അയില മപ്പാസ് പോലെ തന്നെ നമുക്ക് ഏത് മീനും ഉണ്ടാക്കാം. ഓക്കെ, ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇത് നല്ല ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. എത്ര കൊല്ലായി ഇപ്പോ മാരീഡ് ആയിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം? 34 വർഷമായി. 34 years. അപ്പൊ എങ്ങനെയായിരുന്നു കല്യാണമൊക്കെ? പണ്ടത്തെ കല്യാണം എങ്ങനെയായിരുന്നു ആന്റിയുടെ വിഷയത്തിലൊക്കെ? കല്യാണം ഞങ്ങളുടെ ആ സമയത്താണ് വീഡിയോ വരുന്നത്. വീഡിയോ. അപ്പൊ എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞ് വീഡിയോ ഉണ്ടായിരിക്കും പറഞ്ഞു കല്യാണത്തിന്. അപ്പൊ എന്റെ ഫ്രണ്ട്സിനോടെല്ലാം ഞാൻ പറഞ്ഞു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. ഈ പിള്ളേരുണ്ടല്ലോ നേരത്തെ വന്നിരിക്കുക വീഡിയോ എന്നാന്ന് കാണാൻ. പക്ഷെ പള്ളിക്കാർ സമ്മതിക്കല്ലോ വീഡിയോ എടുക്കാൻ അന്നൊന്നും. വീഡിയോ റദ്ദ് ചെയ്ത്. ഇവര് വീഡിയോ എവിടെയാ വീഡിയോ ഇല്ലെന്ന് അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഇതൊരു മോശം ഏർപ്പാടായി പോയല്ലോ, ഫ്ലോപ്പായി പോയി. ആ സമയത്തായിരുന്നു വീഡിയോയുടെ ഒരു വരവ്. അപ്പൊ എങ്ങനെയായിരുന്നു മാരേജ്? അറേഞ്ച് മാരേജ് ആയിരുന്നോ, ലവ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആയിരുന്നു. അതിന്റെ സ്റ്റോറി നമുക്ക് കേൾക്കണല്ലോ. അപ്പൊ അല്ല അത് നമുക്ക് കേൾക്കണം. ഇത്രയും മൂത്താ മതി കേട്ടോ. അത്രയും മൂത്താ മതി. അപ്പൊ ഒരു സെമി, ഒരു ഷാലോ ഫ്രൈ ആയിട്ടുണ്ട് മീൻ. ഇപ്പോ അത്രയും മതി എന്ന് പറയുന്നത്. കുറച്ച് ഫിഷ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ട് അതിലെന്താ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലേ, ഈ ഡിഷിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ഫ്രൈയാണ് ചെയ്യുന്നത് ഇത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്താണ് ചെയ്യുന്നതെന്ന്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താ പരിപാടി? ഈ രണ്ടാം പാല്, അതായത് രണ്ടാമത് പിഴിഞ്ഞ പാല് ഇതിനകത്തോട്ട് ഒഴിക്കുക. അപ്പോൾ രണ്ടാം പാല് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ പാല് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഇത് പാല് ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഇറക്കി കൊടുത്തൊന്ന് തിളയ്ക്കണം. അപ്പോൾ ആൻറ്റി എന്തൊക്കെ പ്രിപ്പയർ ചെയ്യും? ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഡിഷോ, നമ്മളുടെ നാടൻ ഡിഷോ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബർഗർ, പിസ്സ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യോ അതോ നമ്മുടെ കുട്ടികൾ നാടൻ ഡിഷ് മാത്രമാണ് ഇഷ്ടം? അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ? ഇവിടെ ഞങ്ങൾ നാടനാണ് കൂടുതലും കുക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇടയ്ക്ക് ബിരിയാണി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കുന്നത്. എല്ലാം ഇടയ്ക്കിടയ്ക്ക് മാറിയൊക്കെ ഉണ്ടാക്കി നോക്കും. ഈ അയില ഓരോന്നങ്ങോട്ട് ഇടുക. അപ്പോൾ ഈ തിളക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച അയിലാണ് നമ്മൾ ഇതിലോട്ട് ഇടുന്നത് കേട്ടോ. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് മറിക്കണം. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞു അല്ലേ? സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അയില മപ്പാസിന്റെ കൂടെ ഏറ്റവും ടേസ്റ്റ് എന്താണ്? ഇതിൻ്റെ ഒപ്പം ഏറ്റവും ടേസ്റ്റ് ബ്രെഡാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, വരാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ വാങ്ങാറാകുമ്പോൾ ഒരു തുള്ളി ഗരം മസാല, മുളക് പൊടിയില്ല, ഗരം മസാലയും മഞ്ഞപ്പൊടിയും പിന്നെ അതിൻ്റെ സ്പെഷ്യൽ ഒരു പേസ്റ്റും അല്ലേ? ഇത് മാത്രമാണ്. സ്പൂണിട്ടിങ്ങനെ ഒത്തിരി ഇളക്കരുത്. ഫിഷ് അങ്ങനെ ഇളക്കാൻ പാടില്ല, അല്ലെങ്കിൽ പൊടിയായി പോകും.
അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താ അത് ആദ്യത്തെ പാല് ഫസ്റ്റ് ഒന്നാം പാല് അല്ലെ? ഒന്നാം പാല് നമ്മൾ ഇതിന്റെ മുകളിൽ കൂടെ ഇടാണ്. അത് തിളക്കരുതേ. ഓക്കെ, തിളയ്ക്കാൻ പാടില്ല. അപ്പൊ നമ്മള് കുറച്ച് ഗരം മസാല ഇട്ട് കഴിഞ്ഞിട്ട് കാഷ്യൂ ഇട്ടു അല്ലെ? കാഷ്യൂ പേസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മള് ഒന്നാം തേങ്ങാപ്പാല് ഇട്ടേക്കാണ് കേട്ടോ. അത് നമ്മൾ അധികം തിളയ്ക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഓൾമോസ്റ്റ് റെഡി ആയി അല്ലേ? റെഡിയായി. അപ്പൊ നമ്മളുടെ അയില മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നല്ല യെല്ലോ കളറും അല്ലേ, നല്ല ഒരു സ്മെല്ലും നല്ല അരോമയും ഒക്കെ കിട്ടണ ഒരു സംഭവമായിട്ടുണ്ട്. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പൊ കുറച്ചിങ്ങനെ കിട്ടിയ അയില മപ്പാസും ബ്രെഡും കൂടെ തരാം. ഓക്കെ, ബ്രെഡും അയില മപ്പാസ് കോമ്പിനേഷൻ ഞാൻ ഫസ്റ്റ് ടൈം ലൈഫിൽ ട്രൈ ചെയ്യാൻ പോവാണ്. അത് നോക്കാം അല്ലെ എങ്ങനെയാണെന്ന്. അയില മപ്പാസും ബ്രെഡും റെഡി. ഈ കോമ്പിനേഷൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവം തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ നോക്കാം അതെങ്ങനെയാണെന്ന്. സൂപ്പർ ടേസ്റ്റാണ് ബ്രെഡും അയില മപ്പാസും. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. മറ്റൊരു രുചിയായി വേറൊരു അടുക്കളയിൽ കാണുന്ന വരെ ബൈ.